വളയുടെ നിഗൂഢത കണ്ടെത്താൻ സുന്ദറിനോട് വള ചോദിക്കുന്ന ഈശ്വർ ആ വള ദക്ഷകി ആവാഹിച്ചെടുക്കുന്നു. ഇതറിയാതെ ഈശ്വറും സംഘവും ആ വള അവിടെയെല്ലാം തിരയുന്നു. കാവിൽ പോകുന്നവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് മുത്തശ്ശി പ്രവചിക്കുന്നു. അപ്പോൾ വൈഷ്ണവി കാവിൽ പോയ കാര്യം രേണുക ഓർക്കുന്നു. വൈഷ്ണവിയെ അന്വേഷിച്ച് രേണുക വൈഷ്ണവിയുടെ കൂട്ടുകാരുടെ അടുക്കലെത്തുന്നു. ദക്ഷകിയുടെ തന്ത്രത്തിൽ കാവിൽ വെച്ച് വൈഷ്ണവിക്ക് തലചുറ്റൽ അനുഭവപ്പെടുന്നു. ശിവനാഗം അവളെ സംരക്ഷിക്കുന്നു. ഇനി തുടർന്ന് കാണുക. ശിവനാഗമേ, നീ എന്നെ പരീക്ഷിച്ചതാണോ? ഈ തീവലയം ഭേദിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് കരുതിയോ? ഈ വലയം ഭേദിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ ഈ നാഗമടുത്ത സന്തതികൾ ദക്ഷകിയുടെ ദംശനമേറ്റ് മരിക്കും. കണ്ടോളൂ. ദക്ഷകി, അരുത്. നീ തീവലയം ഭേദിക്കരുത്. അത് ശിവപ്രഭയാണ്. നീ കത്തിച്ചാരമാകും. പിന്മാറ്, പിന്മാറിപ്പോ. വൈഷ്ണവി, അയ്യോ വൈഷ്ണവി, അമ്മോ വൈഷ്ണവി, വൈഷ്ണവി എഴുന്നേക്ക്. വൈഷ്ണവി, വൈഷ്ണവി, വൈഷ്ണവി എഴുന്നേക്ക് മോളെ. എന്താ മോളെ, എന്തേലും പറ്റിയോ? മോളെ, ഇവിടെ എന്താ നടന്നേ? ഞാനൊരു നാഗത്തെ കണ്ട് പേടിച്ചു പോയി. അപ്പൊ ഞാൻ തലചുറ്റി വീണു. വേറെ ഒന്നും എനിക്കറിയില്ല. വൈഷ്ണവി, എന്തായി? ഞങ്ങളെല്ലാം പേടിച്ചു പോയടേ. അത് ഞാൻ തൊഴുതുകൊണ്ട് നിന്നപ്പോ പെട്ടെന്ന് തല കറങ്ങുന്ന പോലെ തോന്നി. വേറെ ഒന്നും ഓർമ്മയില്ല. രേണുവടുത്തി, ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ എങ്ങനെ തലറങ്ങിയത്? എന്തായാലും വേറൊന്നും ഉണ്ടായില്ലല്ലോ. അതെന്താ രേണുവടുത്തി, ഇവിടെ വേറെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഈ കാവിലേക്കുള്ള പ്രവേശനം തൽക്കാലം നിർത്തിവെക്കാൻ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. ഇനി ആരും ഇവിടെ അനുവാദം ഇല്ലാതെ കയറരുത്. എന്താ തിരുമേനി, പ്രശ്നവിധിക്ക് എന്തെങ്കിലും പുതുതായി കൂട്ടിച്ചേർക്കാനുണ്ടോ? കൂട്ടിച്ചേർക്കാനുണ്ട് തിരുമേനി. ആശങ്കപ്പെടാൻ എന്തെങ്കിലും? പൂജാരിണി ഇല്ലാതാവുന്ന കാവും ക്ഷേത്രവും മനയും ചുടുകാടാക്കി കുലം നശിപ്പിക്കാൻ ഒരു വിഷവിത്ത് പിറന്നിരിക്കണു തിരുമേനി. അതെന്തുമാകാം. മനുഷ്യനാകാം, ഒരു നാഗം തന്നെയുമാകാം. എന്റെ വെറ്റില ശാസ്ത്രം കളവ് കാണിക്കില്ല. ആ വിഷവിത്തിനെ തിരിച്ചറിയാനും നാഗമടത്തുകുലത്തെ രക്ഷിച്ചു നിർത്താനും സാക്ഷാൽ നാഗയക്ഷീദേവിക്ക് മാത്രമേ കഴിയൂ. മുൻപ് ആളപായം സർപ്പദംശനത്താൽ നടന്നിരുന്ന ചരിത്രം മറക്കരുത്. നാഗമരണം നടന്ന സ്ഥിതിക്ക് നാഗം മൂലം വീണ്ടും അത് സംഭവിക്കാതെ സൂക്ഷിക്കണം. ഇതിനെല്ലാം നാഗയക്ഷീദേവി മാത്രമാണ് തുണ. നാഗയക്ഷീദേവി എന്താ ഉണ്ണിയേട്ടാ?
ഇന്നലെ സന്ധ്യക്ക് എന്തായിരുന്നടി കാവിലൊരു ബഹളം? അവന്മാരെന്തിനാ കാവിൽ കയറി ബഹളം വെച്ചത്? അവിടെ ആരും ബഹളം വെച്ചിട്ടില്ലല്ലോ. ആരാ ഉണ്ണിയേട്ടനോട് അവരെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരും ഒന്നും പറയാതെ തന്നെ ഞാൻ പലതും അറിയുന്നുണ്ട്. പിന്നെ എന്നോട് എന്തിനാ ചോദിച്ചത്? നിന്നോട് ചോദിച്ചത് വേറൊന്നും കൊണ്ടല്ല. വൈഷ്ണവിയും അമ്മുക്കുട്ടിയും ഇന്നലെ കാവിനുള്ളിൽ തലചുറ്റി വീണതിനെ കുറിച്ച് അറിയാനാ. വൈഷ്ണവിക്ക് എന്താ അങ്ങനെ സംഭവിച്ചത്? ഉണ്ണിയേട്ടന് വൈഷ്ണവിയുടെ കാര്യം അറിയാനുള്ള വെപ്രാളം, അമ്മുക്കുട്ടിയുടെ കാര്യം അറിയണ്ടേ? നിന്നോട് ചോദിച്ചതിന് ഉത്തരം പറ. എന്തിനാ എന്നോട് ചോദിക്കുന്നത്? വൈഷ്ണവിയോട് നേരിട്ട് ചോദിച്ചറിഞ്ഞൂടെ? ഞാൻ ചോദിക്കുന്നത് വൈഷ്ണവിക്ക് ഇഷ്ടായില്ലെങ്കിലോ? അവക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ ഈയിടെയായി വൈഷ്ണവിയുടെ കാര്യത്തിൽ ഒരു ഉത്കണ്ഠ? നീ എന്താടി കളിയാക്കാണോ? ഓടി, നീ നിന്റെ ജോലി പോയി നോക്ക്. പോവാൻ. അല്ലേ, വഴിയെ പോയി എന്നെ വിളിച്ചു നിർത്തി ഇപ്പൊ എന്റെ മെക്കിട്ടായിരുന്നു എന്തിനാ? ഞാൻ വൈഷ്ണവിയുടെ കാര്യം അന്വേഷിച്ചത് നീ അവളോട് പോയി പറയാനൊന്നും നിൽക്കണ്ട, കേട്ടോടി? ഈ ഉണ്ണിയേട്ടന് എന്തോ ഒരു കുഴപ്പമുണ്ട്. എന്തായിരിക്കും? ആ പ്രവീണിന്റെ കോളാണല്ലോ. ഹലോ ഡോക്ടറെ, തന്റെ കോള് വന്നിട്ട് കുറെ ദിവസമായല്ലോ. എടോ ശ്രീധര, ഞാൻ കുറെ ദിവസമായി തന്നെ വിളിക്കാൻ വേണ്ടി ഇരിക്കണു. സമയം കിട്ടണ്ടേ? ഇപ്പൊ സമയം കണ്ടെത്തി വിളിച്ച സ്ഥിതിക്ക് എന്തോ വിശേഷം ഉണ്ടല്ലോ. ഞാൻ തന്നോട് അന്ന് സൂചിപ്പിച്ച ആ കാര്യം തന്നെയാ. ആ കാര്യത്തിന് നമുക്ക് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? ഞങ്ങളിപ്പോ അവിടെ ഇല്ലല്ലോ, നാഗപടത്താ. താൻ പറഞ്ഞ കാര്യം എന്റെ മനസ്സിലുണ്ട്, നമുക്ക് ആലോചിക്കാം. ആലോചിക്കാന്ന് പറഞ്ഞാ പോരാ, ആലോചിക്കണം. എന്റെ ബന്ധു എന്ന് പറയുമ്പോ, പ്രത്യേകിച്ച് ഞാൻ ഇനിഷ്യേറ്റീവ് ആവുമ്പോ അതിന്റെ സീരിയസ്നെസ് എനിക്ക് അറിയാലോ. തീർച്ചയായിട്ടും ഞാൻ വിളിക്കാടോ. ഞാനിപ്പോ ഡ്രൈവ് ചെയ്യാ. ഓ ഓക്കെ. ഡോക്ടർ എന്താ പറയുന്നേ? മറ്റേ വിഷയം ഒന്ന് ചൂട് പിടിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ പ്രവീൺ തിരക്കിനിടയിൽ വിളിക്കില്ല. പക്ഷെ അത് മനയിൽ സംസാരിക്കണ്ടേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് പറ്റുമോ? ഇതിനൊക്കെ സാഹചര്യം നോക്കിയിട്ട് കാര്യമുണ്ടോ സാവിത്രി? ഏതായാലും മനയിലെത്തിയിട്ട് സാവകാശം നമുക്ക് അവതരിപ്പിക്കാം. ശ്രീധര, നീ ഇക്കാര്യം ഏട്ടനോട് സംസാരിച്ചോ? അച്ഛനോട് ഞാൻ സൂചിപ്പിച്ചു. അപ്പോ അച്ഛൻ പറഞ്ഞു അമ്മായി പറയുന്നത് പോലെ ചെയ്യാൻ. ഇവിടെയുള്ളവരുടെ സമ്മതമില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ എങ്ങനെയാ മറുപടി പറയേണ്ടത്? അമ്മായി ഒന്നും പറഞ്ഞില്ല. ഇക്കാര്യത്തിൽ ഞാനിപ്പോ എന്താ പറയാ? എളേച്ചനും ഇളയമ്മയും വൈഷ്ണവിയോട് ഇതേപ്പറ്റി സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. വൈഷ്ണവിയുടെ കാര്യമാണല്ലോ പറയുന്നത്. എല്ലാം കൊണ്ട് ഒത്തുവന്ന നല്ലൊരു കല്യാണാലോചനയായത്. മനസ്സിലാവണുണ്ട് ശ്രീധര. കുറെ നാളായി ഈ കല്യാണാലോചനയെ പറ്റി സംസാരമുണ്ട്. പക്ഷേ വൈഷ്ണവിയോട് ഞങ്ങൾ ഇക്കാര്യത്തെപ്പറ്റി ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. വൈഷ്ണവിയുടെ കല്യാണകാര്യത്തെ കുറിച്ചാണല്ലോ അവര് പറയുന്നത്. വൈഷ്ണവി അറിയാതെ അവളുടെ കല്യാണാലോചന നടക്കുവാണോ? അവളുടെ ഭാവിയുടെ കാര്യമായതുകൊണ്ട് അമ്മായി നല്ലൊരു ആലോചനയെ ഇത്. ശ്രീധര, നാഗമടുത്ത മനയുടെ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്നതല്ലേ? ഇവിടുത്തെ ചടങ്ങുകളുടെ കാര്യം വല്ലാത്ത അനിശ്ചിതത്വത്തിലാണ്. ഈ സമയത്ത് ഇവിടുത്തെ സന്തതിയുടെ വിവാഹത്തെപ്പറ്റി സംസാരിക്കുന്നത് ഉചിതമാണോ? മുത്തശ്ശി, വൈഷ്ണവിയുടെ കല്യാണക്കാര്യം ഈ സമയത്ത് എന്തുകൊണ്ട് സംസാരിച്ചൂടാ? നാഗമടത്ത് മനയില് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടാവുന്നുമുണ്ട്, ഇനിയും ഉണ്ടാവും. അതെല്ലാം കാരണം ഇവിടുത്തെ പെൺകുട്ടികളുടെ കല്യാണം ചിന്തിക്കണ്ടെന്ന് വെക്കണമെന്ന് എങ്ങനെ പറയും? രേണു, നീ എന്തീ പറയണത്? പൂജാരിണിയുടെ പടിയേറ്റാണ് വരാൻ പോണത്. അതും വൈഷ്ണവിയുടെ കല്യാണം തമ്മിൽ എന്താ ബന്ധം? കാവില് പൂജാരിണി ആവേണ്ട പെൺകുട്ടി കാണേണ്ട സ്വപ്നം വൈഷ്ണവി കണ്ടിട്ടില്ലല്ലോ. ആ സ്ഥിതിക്ക് അവൾക്കൊരു നല്ല വിവാഹബന്ധം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. എന്നാലും അതിലൊരു പ്രശ്നമുണ്ട് ശ്രീധര. എന്ത് പ്രശ്നം? വൈഷ്ണവിക്ക് മുമ്പേ വിവാഹം നടക്കേണ്ട പെണ്ണല്ലേ ഈ രേണുക. അത് നടക്കും മുമ്പേ വൈഷ്ണവിയുടെ മംഗല്യം നടത്തണോ? മുത്തശ്ശി, എന്റെ കാര്യം പറഞ്ഞ് മുത്തശ്ശി വൈഷ്ണവിയുടെ കല്യാണ കാര്യത്തിൽ തടസ്സം പറയരുത്. അപ്പൊ നിന്റെ കല്യാണം നടത്തണ്ടേ? നിനക്കൊരു ജീവിതം വേണ്ടേ? എനിക്ക് കല്യാണം വേണ്ട മുത്തശ്ശി. ഈ കാവും മനയും ക്ഷേത്രവും ഒക്കെയായി ഞാനിങ്ങനെ ജീവിച്ചോളാം.
ഞാനിവിടെ ഉള്ളതുകൊണ്ട് വൈഷ്ണവിയുടെ വിവാഹം നടക്കാതിരുന്ന അതെനിക്ക് സഹിക്കാനാവില്ലേ മുത്തശ്ശി. മോളെ രേണു, നീ എന്തായി പറയണേ? വൈഷ്ണവിയുടെ കല്യാണത്തിന് എന്റെ പേര് പറഞ്ഞ് മുത്തശ്ശി ഇനി തടസ്സം നിൽക്കരുത്. കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണല്ലോ. ഇപ്പോ ഞങ്ങള് പറഞ്ഞത് അബദ്ധമായെങ്കിൽ ഈ ആലോചന വേണ്ടാന്ന് വെക്കാം. വേണ്ട ശ്രീധര, രേണുക പറഞ്ഞ പോലെ തന്നെ നടക്കട്ടെ. അല്ലെങ്കിൽ ഇവളുടെ മനസ്സ് വേദനിക്കും. വൈഷ്ണവിയുടെ കല്യാണ ആലോചന നന്നായി നടക്കട്ടെ. വൈഷ്ണവിക്ക് കല്യാണം ആലോചിക്കാൻ പോകുന്നു? അതൊന്നും ശരിയാവില്ല. രാഹുലും വൈഷ്ണവിയും തമ്മിലുള്ള കല്യാണം നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതല്ലേ. അതിനിടയ്ക്ക് വേറൊരു കല്യാണോ? അതൊന്നും ശരിയാവില്ല. അതൊക്കെ വെറും ചീപ്പല്ലേ. ഡാ, കല്യാണം നടന്നില്ലല്ലോ, ആലോചന നടക്കുന്ന കാര്യമല്ലേ ഇവള് പറഞ്ഞത്. സ്വാതി, സംഗതി മൂക്കുന്ന ലക്ഷണമുണ്ടോ? വൈഷ്ണവിയുടെ അച്ഛനും അമ്മയാണ് കല്യാണാലോചനയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. മുത്തശ്ശി ആദ്യം എതിർത്തു. പക്ഷെ ആ രേണുവെടുത്തി പച്ചക്കൊടി കാണിച്ച പിന്നെ മുത്തശ്ശി വഴങ്ങി. അപ്പോ വൈഷ്ണവിയുടെ അച്ഛനും അമ്മയും കൂടി കുറെ നാളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലേ ഇത്? അവർക്ക് വൈഷ്ണവിയുടെ കല്യാണം അല്ലാതെ വേറൊന്നും ആലോചിക്കാനില്ലേ? ഡാ, ഒരച്ഛനും അമ്മയും തന്റെ മക്കളുടെ വിവാഹം, ഭാവി ജീവിതം എന്നിവയെ പറ്റി അല്ലാതെ വേറെന്തിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്? ഈശ്വർ, ഇതിപ്പോ പ്രശ്നമാവല്ലോ. മുത്തശ്ശിയും കൂടി സമ്മതം മൂളിയ സ്ഥിതിക്ക് ഈ ആലോചന മുന്നോട്ട് പോകാനാ സാധ്യത. ആദ്യം വൈഷ്ണവി കണ്ട സ്വപ്നമായിരുന്നു പ്രശ്നം. അത് ഒതുക്കി പെൻഡിങ്ങിൽ വെച്ചപ്പോ ദേ അടുത്തത് കല്യാണം. ഇതിപ്പോ കൂനിന്മേൽ കുരുപോലെ ആയല്ലോ. ഈശ്വരളിയ, ഇവര് തമ്മിൽ ഒന്നിക്കാൻ ഇവിടെ ആരും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡാ, പരിശുദ്ധമായ പ്രണയം സക്സസ് ആവാൻ യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പോ അളിയനിനി കളരിപ്പറ്റും കരാട്ടൊക്കെ പഠിക്കേണ്ടി വരുമല്ലേ? അതല്ല, പല പ്രതിസന്ധിയും നേരിടേണ്ടി വരുമെന്നാണ് ഈശ്വര് പറയുന്നത്. സ്വാതി, ഇക്കാര്യം വൈഷ്ണവിക്ക് അറിയോ? വൈഷ്ണവിക്ക് ഇതൊന്നും അറിയില്ലടാ. എങ്കിൽ വൈഷ്ണവിയോട് ഇക്കാര്യം പറയാതിരുന്ന പോരെ? അതല്ലേ ബുദ്ധി. അവളോട് അവളുടെ അച്ഛനും അമ്മയും പറയില്ലേ? അങ്ങനെ ഒരു സാധ്യത ഇല്ലാതില്ല. എടാ, എനിക്ക് വൈഷ്ണവി ഉടനെ ഒന്ന് കാണണം. തനിച്ചെവിടെയെങ്കിലും വെച്ച് കണ്ടേ പറ്റൂ. ഞങ്ങൾക്ക് പലതും സംസാരിച്ച് തീരുമാനിക്കാനുണ്ട്. രാഹുലേ, ഇവിടെ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കത്തില്ല. എടാ, അതൊക്കെ വലിയ പ്രശ്നമാവും. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് വൈഷ്ണവയായി കുറച്ചുനേരം തനിച്ച് സംസാരിച്ചേ പറ്റൂ. രാഹുലെ, ഇപ്പൊ നീ അതിന് ശ്രമിക്കണ്ട. കുറച്ച് വെയിറ്റ് ചെയ്താ അതിനുള്ള സിറ്റുവേഷൻ ഒത്തുവരും. അപ്പോ നിങ്ങൾക്ക് തമ്മിൽ കണ്ട് സംസാരിക്കാലോ. അധികം ലേറ്റ് ആയാലും പ്രശ്നമാ. വൈഷ്ണവി അവരെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുത്താലോ? അങ്ങനെ എങ്ങനെ സംഭവിച്ചാ ഞാൻ ഇവിടെ എങ്ങനെ കെട്ടിത്തൂങ്ങി ചാവും. എടാ, നീ എന്ത് ഇങ്ങനെ? സത്യമായിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോവും. എടാ, നീ എങ്ങാനും അങ്ങനെ ചെയ്താ ഇവിടുത്തെ പരിപാവനമായ മന നീ കാരണം അശുദ്ധമാവില്ലേ മോനെ? നിനക്കൊക്കെ തമാശയാണല്ലേ? ദേ, ഈ സമയത്ത് നീ എന്നോട് തമാശകളെ എന്റെ സ്വഭാവം മാറും. സ്വാതി, എനിക്കിപ്പൊ തന്നെ വൈഷ്ണവിയെ തനിച്ച് കണ്ടേ പറ്റൂ. ഈശ്വരെ, ഒരു വഴിയുണ്ടാക്കി തടാ. ഈശ്വർ, ഇവനും വൈഷ്ണവിയും തമ്മിൽ തനിച്ചു കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നമുക്ക് വഴിയുണ്ടാക്കാം. ഈ മനയിലുള്ളവരുടെ കണ്ണിപ്പെടാതെ നിനക്കും വൈഷ്ണവിക്കും കുറച്ചേരം സംസാരിക്കണം. അതല്ലേ വേണ്ടേ? മതിടാ, അത് മതി. വാ, വഴിയുണ്ടാക്കാം. ചേച്ചി, ദേ ഇത് കണ്ടോ? ഇതെനിക്ക് വലിയ മുത്തശ്ശി കെട്ടിത്തന്നതാ. ഇത് എന്തിനുള്ളതാ? നാഗത്തിന്റെ പേര് കിട്ടാതിരിക്കാനാ ഇത് കെട്ടിത്തന്നത്. രോഹനും അമിതിനും ഒക്കെ കെട്ടിക്കൊടുത്തു. അപ്പൊ അവിടെ വെച്ച് നീ ശരിക്കും പേടിച്ചായിരുന്നല്ലേ? ചേച്ചി പേടിച്ചില്ലേ? ഞാനും പേടിച്ചു. പക്ഷെ നാഗദൈവങ്ങൾ നമ്മുടെ പേടി മാറ്റി തന്നില്ലേ? ചേച്ചി, ഈ ഏലസ് കിട്ടിയ നാഗങ്ങളും നമ്മളെ ഉപദ്രവിക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെ ആരെങ്കിലും നിന്നോട് പറഞ്ഞോ? രോഹനും അമിത്തും പറഞ്ഞു. ഇത് കെട്ടി നടന്ന ദക്ഷകി നാഗം പുറത്തു വന്നാലും നമ്മളെ ഒന്നും ചെയ്യില്ല. ആണോ? ആ, എനിക്കറിയില്ല. അറിയണമെങ്കിൽ സാക്ഷാൽ ദക്ഷകി നാഗം ആ പുറ്റിൽ നിന്ന് പുറത്തു വരണ്ടേ? അത് വരില്ലല്ലോ. വരില്ലേ? ഉറപ്പാണോ? ഉറപ്പായും വരില്ല. അങ്ങനെ ഒരു നാഗം അതിനകത്ത് ഇല്ലല്ലോ. പിന്നെ എങ്ങനെ വരും? ആണോ? നിനക്ക് ശരിക്കും നാഗത്തെ പേടിയുണ്ടല്ലേ? പേടിയൊക്കെയുണ്ട്. എങ്കിൽ പേടി മാറ്റാനായി ഈ മൊബൈലില് സ്നേക്കിന്റെ ഒരു ഗെയിം ഉണ്ട്. ചേച്ചി എടുത്തു തരട്ടെ? ആ, വേഗം വേണം. എടി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? നീ കാര്യം എന്താന്ന് പറ. കാര്യം അല്പം സീരിയസ് ആണ്.
അമ്മ കേൾക്കണ്ട. നീ ഒന്ന് പുറത്തേക്ക് വാ. ഒന്ന് വേഗം എടുക്ക് ചേച്ചി, സ്നേക്കിന്റെ ഗെയിം. അമ്മുക്കുട്ടി ഇഷ്ടമുള്ള ഒരു ഗെയിം എടുത്ത് കളിച്ചോ. ചേച്ചി ഇപ്പൊ വരാവേ, കേട്ടോ? എന്നോട് ഇവൻ പറഞ്ഞിരുന്നു, കുഞ്ഞിക്കുട്ടിക്കും രേണുവിനും ഒക്കെ അനുകൂല അഭിപ്രായമാണെങ്കിൽ പിന്നെ ഇക്കാര്യത്തിൽ ഞാനായിട്ടൊന്നും പറയുന്നില്ല. വൈഷ്ണവിയുടെ വിവാഹം തീരുമാനിച്ചുറപ്പിച്ചു വെക്കാം. വിവാഹ തീയതി ഇവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞിട്ടാവാം. എന്തേ ശ്രീധര? അമ്മായിയും അച്ഛനും കൂടി എന്ത് തീരുമാനിക്കുന്നുവോ അതുപോലെ ചെയ്യാം. എന്നാലും അധികം താമസിക്കരുത്. ചെക്കന്റെ വീട്ടുകാര് ഉടനെ തന്നെ നടത്തണമെന്ന് ആഗ്രഹിച്ചു നിൽക്കാണ്. രേണു, നീ എന്തു പറയണു? കല്യാണം തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാ അധികം താമസിപ്പിക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. അടുത്ത കാവിലമ്മയുടെ പടിയേറ്റിന് മുമ്പേ നടത്താനോ? കേട്ടിടത്തോളം നല്ലൊരു ആലോചനയാ. ഇവിടുത്തെ കാവിലെ പ്രശ്നങ്ങൾ പറഞ്ഞ ആ ആലോചന നടക്കാതെ വന്നാലും മുത്തശ്ശ. രേണുക പറയുന്നതല്ലേ അതിന്റെ ശരി. അങ്ങനെയാണേൽ അങ്ങനെ തന്നെ നമുക്ക് ആലോചിക്കാം. അമ്മുക്കുട്ടി, എന്തിനാ കരയണേ? അമ്മു, വൈഷ്ണവി, വൈഷ്ണവി വാതിൽ തുറക്ക്. മോൾ എന്തിനാ കരയണേ? ഇതിനകത്തൊരു നാഗം. അയ്യോ അമ്മു, മോളെ. അമ്മു, ഈ വാതിലൊന്ന് തുറക്കാൻ നോക്കമ്മു. വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. അയ്യോ അമ്മു, മോള് കരയണ്ടാട്ടോ. ചേച്ചി ഇപ്പൊ വരാം. മുത്തശ്ശി, അയ്യോ മുത്തശ്ശി, മുത്തശ്ശി. എന്താ കല്യാണി, എന്തു പറ്റി? രേണുവടുത്തെ അവിടെ വൈഷ്ണവിയുടെ മുറിയിൽ ഒരു നാഗം കയറിയിരിക്കുന്നു. എന്റെ നാഗദേവി. കല്യാണി, ആ മുറിയിൽ വൈഷ്ണവി ഉണ്ടോ? വൈഷ്ണവി അല്ല, അമ്മുക്കുട്ടി അതിനകത്ത്. കുട്ടിക്ക് വാതിൽ തുറക്കാൻ കഴിയണില്ല. പേടിച്ച് നിലവിളിച്ച് കരയാ. അമ്മുക്കുട്ടി ആ മുറിയിൽ തനിച്ചോ? ശ്രീധര, വേഗം വരിക. നിക്ക. നിങ്ങൾ ആരും ഇപ്പൊ ആ ഭാഗത്തേക്ക് പോകരുത്. മുത്തശ്ശി, അമ്മുക്കുട്ടി കുഞ്ഞല്ലേ. മുറിയിൽ നാഗം ഉണ്ടെങ്കിൽ അവള് പേടിച്ചിരിക്കുമായിരിക്കും. എന്തെങ്കിലും ചെയ്യണ്ടേ? ചെയ്യേണ്ടത് എന്തെന്ന് എനിക്ക് നല്ല നിശ്ചയുണ്ട്. ഏട്ടാ, മേലെടുത്തെ ഭട്ടതിരി പറഞ്ഞു വിട്ടതല്ല ഓർമ്മയില്ലേ? നാഗമരണത്തിന് ശേഷം ഈ മനയിലേക്ക് നാഗനോട്ടം ഉണ്ട്. നാഗത്തെ പ്രകോപിപ്പിക്കരുത്. പ്രകോപിപ്പിച്ചാൽ ആപത്തുണ്ടാകും. എല്ലാവരും കുറച്ചു നേരം ഒന്ന് ക്ഷമിക്കേ.
നാഗം കുഞ്ഞിനും ഒന്നും ചെയ്യില്ല. ഞാൻ തന്നെ അതിനെ ഇറക്കി വിട്ടേക്കാം. ആരെങ്കിലും വാതിൽ തുറക്ക്. അമ്മേ, വാതിൽ തുറക്ക്. അയ്യോ, എന്റെ നാഗദൈവങ്ങളെ രക്ഷിക്കണേ. നാഗത്താനെ രക്ഷിക്കണേ. മുത്തച്ഛൻകാവിലപ്പ രക്ഷിക്കണേ. ആരെങ്കിലും ഒന്ന് വാതിൽ തുറക്ക്. അമ്മു അമ്മു മോളെ എന്തു പറ്റി? മോളെ വാതിൽ തുറക്ക്. അമ്മു വാതിൽ തുറക്ക് മോളെ. വാതിൽ തുറക്കാൻ പറ്റത്തില്ല ചേച്ചി. ഇവിടെ ഒരു നാഗമുണ്ട്. മോളെ ശരിക്കും അവിടെ നാഗമുണ്ടോ? ഇവിടെ ഉണ്ട്. വാതിൽ തുറക്ക്. വാതിൽ തുറക്കും മോളെ. എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. എനിക്ക് പേടിയാവുന്നു. മോള് പേടിക്കണ്ട. മോള് വാതിൽ തുറക്ക്. എടാ, ഈ മുറിയിൽ എങ്ങനെ നാഗം കയറി? ഇത് വൈഷ്ണവിയുടെ മുറിയല്ലേ? വൈഷ്ണവിയുടെ മുറിയിൽ നാഗം കയറോ? അയ്യോ, ഇത് തുറക്കാനും പറ്റുന്നില്ലല്ലോ. അമ്മ അതിനകത്ത് പെടുകയും ചെയ്തു. എടാ, അകത്ത് പാമ്പുണ്ടെന്ന് പറയുന്നു. എന്താ ചെയ്യാ? അയ്യോ, ഒന്ന് തുറക്ക്. ആരെങ്കിലും ഒന്ന് തുറന്നു താ. മോളെ അമ്മു, മോള് പേടിക്കല്ലേ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. എന്റെ നാഗദൈവങ്ങളെ, മുത്തച്ഛൻകാവിലപ്പ രക്ഷിക്കണേ.